ഞാനിപ്പോൾ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നൂലേ ഞാൻ ടൊമാറ്റോ സോസ് എടുത്തിട്ട് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാമെന്ന്. അത്രയും ബട്ടറി സോഫ്റ്റ് ക്രീമി ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. പക്ഷേ ഇത് ടൊമാറ്റോയും സംഭവങ്ങളൊന്നും തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. സ്റ്റിൽ ഇത് നമ്മുടെ മുഖത്തുള്ള ഒരുവിധം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കും. പറയുവാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ടൊരു പിങ്ക് ഗ്ലോ ഉണ്ടല്ലോ, ഒരു ചുവന്ന തുടുപ്പ്, അത് കിട്ടാനായിട്ട് സഹായിക്കുന്ന പാക്കാണ്. അതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് മാറാനും സൺ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും സഹായിക്കും. മുഖത്തും കഴുത്തിലും ഒക്കെ നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫുൾ ബോഡി വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണോ നമ്മളുടെ പ്രിഫറൻസ് അതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. ഇത്രയും ഗുണങ്ങളും അതുപോലെ തന്നെ ഈ കളറും കണ്ടിട്ട് നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്ത ഏതോ സംഭവങ്ങളാണെന്ന് വിചാരിക്കേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായിട്ടും കണ്ടു നോക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതെന്താണ് സംഭവം എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാകുള്ളൂ. അതോടൊപ്പം എല്ലാവരും എൻ്റെ ഈ കുഞ്ഞു യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നുപോലെ. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. പലതരത്തിൽ ഞാൻ ഹായ് പറയുന്നുണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ പാക്ക് ഇങ്ങനെ കലക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന ഒരു ഫേസ് പാക്ക് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം ഇത് ഉണ്ടാക്കാനായിട്ട്. ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേനാണ്. തേനാകെ കൂടെ അതിനകത്ത് കുറച്ചേ ഉള്ളൂ, അതിന്ന് കുറച്ച് മാത്രം നമുക്ക് എടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ളത് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ 1/4 സ്പൂണോളം നമുക്ക് തേൻ ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാമറയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ചതായിരുന്നേ. അപ്പോൾ നമുക്കിങ്ങനെ ഇതിങ്ങനെ എടുക്കുമ്പോൾ ഭയങ്കര പാടാണ് പുറത്തോട്ട് വരാനായിട്ട്. വരണേ ഉണ്ടായിരുന്നില്ല, കുറച്ച് നേരം ഇങ്ങനെ കമിഴ്ത്തി പിടിക്കണം. ആ കൂടെ ഇച്ചിരിയേ ഉള്ളൂ ഇനി അതിനകത്ത്. അത് കാരണം ഇങ്ങനെ ടൈം എടുക്കുന്നത്. കുഴപ്പമില്ല, അതിങ്ങനെ വന്നോളും. ഓക്കെ, അപ്പോൾ തേൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരുടെ കയ്യിലും ഉള്ള ഒരു സംഭവമാണ്. തേൻ ഈസി ആയിട്ട് കിട്ടുന്നതുമാണ്. ഇനി നിങ്ങൾക്ക് തേൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തേൻ സ്കിപ്പ് ചെയ്തിട്ട് ഞാൻ ബാക്കി പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവേ. ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്നതിന് മുന്നേ നല്ല തണുത്ത മോര് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തോന്നുന്നു സൗണ്ട് ഒരു ഇത്. ഓക്കെ, അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അലോവേര ജെല്ലാണ്. ഒരു 1.5 സ്പൂണോളം അലോവേര ജെല്ല് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാക്കറ്റിൽ വാങ്ങുന്ന അലോവേര ജെല്ല് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സാധാരണ വീട്ടിലൊക്കെ വളർത്തുന്ന കറ്റാർവാഴ ഉണ്ടല്ലോ, അതിൽ നിന്ന് നീരെടുത്തിട്ടും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ മുന്നത്തെ വീഡിയോയിൽ എപ്പോഴോ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അലോവേരയിൽ നിന്ന് നീരെടുക്കുന്നത്. അടുത്തൊരു അബദ്ധം പറ്റിയതാണ്. കാര്യം ഞാനാണെങ്കിൽ ക്യാമറ ഓഫായിപ്പോയി. ആ ഗ്യാപ്പിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തതാണ് മഞ്ചിഷ്ടയുടെ പൊടി. ഇപ്പം ഞാൻ ആ പാക്കറ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലേ, മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു പിഞ്ച്, ഒരു കുറച്ച് മാത്രം മഞ്ചിഷ്ടയുടെ പൊടി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 1/4 സ്പൂൺ അത്രമാത്രം. അപ്പോൾ അതിങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തപ്പോഴാണ് ഇത്രയും നല്ലൊരു കളറ് വന്നത്. പൊടിയായിട്ടിരിക്കുമ്പോൾ നമുക്ക് അത്രയും കളർ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ, ആ ഒരു അത്രയും കളറില്ല. പക്ഷേ നമ്മൾ പാക്കായിട്ട് അപ്ലൈ ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നല്ല റെഡ് കളറാണ്. ഇത് കണ്ടോ, നല്ല ഭയങ്കര റെഡ് കളറാണ്. ഇത്രയും റെഡ് കളർ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കൈ വെള്ളയിൽ കുറച്ചൊന്ന് കളറാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ മുഖത്ത് അങ്ങനെ അത്ര വലിയ നിറമൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ. എന്നാലും ഒരു പിങ്ക് ടിൻറ്റ് എന്തായാലും ഉണ്ടാവും. നല്ല അടിപൊളി പിങ്ക് ടിൻറ്റ് ആയിരിക്കും. കയ്യിൽ ഞാൻ കാണിച്ചു തരാം. ഞാനത് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ല രീതിയിലുള്ള പിങ്ക് ടിൻറ്റ് ആയിരിക്കും. അത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ പിങ്ക് ടിൻറ്റ് ആവശ്യമുള്ളവർക്ക് അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ പിങ്ക് ടിൻറ്റ് എന്ന് പറയുന്നത് കുറേ നാളങ്ങനെ നിൽക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ വിസിബിളായിട്ട് കാണുകയോ അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ 1-2 തവണ കൂടുതൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഫേസ്. ഇതിപ്പോൾ രാത്രിയാണ് ഈ പാക്ക് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ രാവിലെ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് നന്നായിട്ട് മുഖം കഴുകുകയാണെങ്കിൽ ആ പിങ്ക് ടിൻ്റൊക്കെ കംപ്ലീറ്റ്ലി അങ്ങ് പൊയ്ക്കോളും. എന്നാൽ മഞ്ചിഷ്ടയുടെ ഗുണമില്ലേ, അത് നമ്മുടെ സ്കിന്നിൽ തന്നെ ഉണ്ടാവും. നമ്മളിതിൽ തേനും അലോവേര ജെല്ലും മഞ്ചിഷ്ടയുടെ പൊടിയുമാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എടുത്ത ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ, ആ ഒരു ക്വാണ്ടിറ്റിയിൽ മിക്സ് ചെയ്യുക. അടുത്തതായിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല എൻ്റർടൈനിങ് ആയിരിക്കും. കാര്യം ഈ ഒരു പാക്കിൻ്റെ കളറും അതുപോലെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നല്ല ജെല്ലെടുത്ത് തേക്കും പോലെയാണ് ഉണ്ടാവുന്നത്. ഈ മഞ്ചിഷ്ടയുടെ പൊടിയൊക്കെ അത്ര കട്ടിയുള്ള സാധനമൊന്നുമല്ല, ഭയങ്കര ഫൈനായിട്ടുള്ള പൗഡറാണ്. പിന്നെ നമ്മൾ അലോവേര ജെല്ല് യൂസ് ചെയ്തിട്ടുണ്ട്, തേൻ യൂസ് ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ച് തേൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു ജെല്ലി ആയിട്ടുള്ള ഒരു പാക്ക്. ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക്നെസ്, അതായത് ഒരു
വെയിലേറ്റിട്ട് മുഖം ഒന്ന് മങ്ങിപ്പോകുന്നത്, അല്ലെങ്കിൽ കുറേ നാൾ കൂടിയിട്ട് നമ്മൾ ഒരു സ്കിൻ കെയറും ചെയ്യാതെ സ്കിൻ ഫുള്ളി ടാനായി ഡെഡ് സെൽസായി ഡാർക്കായിരിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ കറുത്ത പാടുകൾ, വെയിലത്ത് പോയി നിന്നിട്ട് കറുത്ത കുത്തൊക്കെ വരൂലേ, ബ്രൗൺ കളറിലുള്ള സ്കിന്നിലുണ്ടാകുന്ന കുത്തുകൾ, ഇതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇതിനോടൊപ്പം നിങ്ങൾക്ക് പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. എന്നാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും ഒന്നും കൂടെ ഒന്ന് മോയ്സ്ചറൈസ് ചെയ്യാനും സഹായിക്കും. ഇനി നിങ്ങളിത് കംപ്ലീറ്റ്ലി ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യരുത്. ഒരു 10 മിനിറ്റ് വെച്ചേക്കുക. 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നിങ്ങൾക്ക് സെമി ഡ്രൈ ആയി തുടങ്ങുന്നു എന്ന് തോന്നുന്നത് വരെ മാത്രം വെച്ചിരിക്കുക. ഞാൻ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് നല്ല ഗുണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് അത് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സ്കിൻ നന്നായിട്ട് ഡ്രൈ ആയി പോകും. ആ ഒരു ഡ്രൈനെസ് ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ നേരത്തെ തന്നെ ഒന്ന് സെമി ഡ്രൈ ആകുമ്പോൾ തന്നെ വാഷ് ചെയ്യണം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ തേൻ യൂസ് ചെയ്തിട്ടുണ്ട്, അലോവേര ജെല്ല് യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടും തന്നെ നല്ല രീതിയിൽ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അത് കൂടുതൽ നറിഷ്മെൻറ്റ് നമ്മുടെ സ്കിന്നിന് തരും. കണ്ടോ, എൻ്റെ ഈ കയ്യിൽ ചെറിയൊരു പിങ്ക് കളർ ഉണ്ട് ആ കൈയുടെ ആ ടിപ്പിലായിട്ട്. പക്ഷെ മുഖത്ത് അങ്ങനെയൊന്നും തന്നെ കാണാനില്ല. പിന്നെ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം നമുക്കുണ്ടാവും. പക്ഷേ അത് കാര്യമാക്കണ്ട. രാത്രിയൊക്കെയാണ് നിങ്ങൾ ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. നിങ്ങൾ മുന്നത്തെ വീഡിയോസിലും കണ്ടിട്ടുണ്ടാവും. അരിപ്പൊടി കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പാക്കാണ് ഈ മഞ്ജിഷ്ടയുടെ പാക്ക് എന്ന് പറയുന്നത്. അതിനുശേഷം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. ഓൾറെഡി നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യുന്ന തേനും അതുപോലെ തന്നെ അലോവേര ജെല്ലും അടങ്ങിയ പാക്കാണല്ലോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ ഒരു മോയ്സ്ചറൈസേഷൻ ഇപ്പോൾ കൊടുക്കുന്നില്ല. മേ ബി ഞാൻ കിടക്കാൻ സമയത്ത് ഒരു മോയ്സ്ചറൈസർ കൂടി ഇട്ടിട്ട് കിടക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഒരു സമയവും സന്ദർഭവും അനുസരിച്ചിട്ട് നിങ്ങളുടെ ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. സ്കിന്നിനെ എത്രമാത്രം നമ്മൾ മോയ്സ്ചറൈസ് ചെയ്യുന്നോ, എത്രമാത്രം ഹൈഡ്രേറ്റഡ് ആയിട്ട് വയ്ക്കുന്നോ, അത്രമാത്രം നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ട് യങ് ലുക്കിംഗ് ആയിട്ട് ഇരിക്കും. തീർച്ചയായിട്ടും നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് തരുന്ന ഒരു പാക്കാണ്. ചെറിയൊരു പിങ്ക് ടിൻ്റ് എൻ്റെ മുഖത്തുണ്ട്, ബട്ട് സാരമില്ല. നല്ല രീതിയിൽ തന്നെ ആ ഒരു പിഗ്മെൻറ്റേഷനും അതുപോലെ ഡാർക്ക് സ്പോട്ട്സും മാറ്റാനായിട്ട് സഹായിക്കുന്ന പാക്കല്ലേ. അതുകൊണ്ട് ഇച്ചിരി പിഗ്മെൻറ്റ്, അതായത് പിങ്ക് കളർ അവിടെ ഇരുന്നോട്ടെ. അല്ലെങ്കിൽ ചുവന്ന തുടുപ്പ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ, ഒരു പിങ്ക് ഗ്ലോ ഒക്കെ നമുക്ക് കിട്ടുന്നത്. പക്ഷേ എനിക്ക് ഈ ഒരു യെല്ലോ ഗ്ലോ ആണ് എനിക്ക് എൻ്റെ ഫേസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. എൻ്റെ സ്കിൻ അണ്ടർ ടോണും അതുപോലെ യെല്ലോ ആണ്. എനിവേ, നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു പാക്കാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല എഫക്റ്റീവായിട്ടുള്ള സ്കിൻ കെയറിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു പാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് മഞ്ചിഷ്ടയുടെ പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങാടിക്കടയിൽ വാങ്ങാൻ കിട്ടും. നിങ്ങൾക്ക് അങ്ങനെ വാങ്ങാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. തീർച്ചയായിട്ടും എനിക്കറിയാവുന്നതാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ റിപ്ലൈ തരും. അപ്പോൾ അത്രയേ ഉള്ളൂ. സൂപ്പർ വർക്കിംഗ് ആയിട്ടുള്ള ഒരു പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾ ഇത്ര നേരം കണ്ടിരുന്നതിന് ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ, ടേക്ക് കെയർ.